ഹലോ ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും edu.comൻ്റെ പുതിയൊരു ബയോളജി ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ബയോളജി ഒന്നാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ജനിതകത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തത് മെൻഡലിൻ്റെ പരീക്ഷണങ്ങളായിരുന്നു അല്ലേ. മോണോഹൈബ്രിഡൈസേഷൻ, ഡൈഹൈബ്രിഡൈസേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡൈഹൈബ്രിഡൈസേഷനിൽ മെൻഡലിൻ്റെ അനുമാനം എന്ന് പറയുന്നിട്ട് പേജ് നമ്പർ 27 ഒരു കോളം ഉണ്ട് അല്ലേ. അപ്പോൾ അതിലെന്താ പറയുന്നത്? മെൻഡലിൻ്റെ അനുമാനത്തെക്കുറിച്ചാണ്. രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം എന്ത് ചെയ്യൂല, കൂടിക്കലരൂല. അങ്ങനെ കൂടിക്കലരാതെ സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലോട്ട് എന്ത് ചെയ്യും, വ്യാപരിക്കുന്നു. അതായത് അടുത്ത തലമുറയിലോട്ട് പോകുന്നു. ഒരു ജീവിയുടെ ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല. എനിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ജീവിയിൽ ഒന്നിലധികം സ്വഭാവങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ സസ്യങ്ങളിലാണെങ്കിൽ വിത്തിൻ്റെ നിറം, അതുപോലെ വിത്തിൻ്റെ ആകൃതി അല്ലേ. അപ്പോൾ ഒരുമിച്ച് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഓരോ സ്വഭാവവും അതിന് കാരണമായ ജീനുകൾ അല്ലെങ്കിൽ അലീലുകളും അടുത്ത തലമുറയിലോട്ട് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് മറ്റൊരു തലമുറയിലോട്ട് അടുത്ത തലമുറയിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു സ്വഭാവത്തിൻ്റെ ജീനുകൾ കൈമാറ്റം ചെയ്യുന്നത് മറ്റൊരു സ്വഭാവത്തിൻ്റെ ജീനുകളുടെ കൈമാറ്റത്തെ എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല അല്ലെങ്കിൽ ബാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് മെൻഡൽ തൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച നിഗമനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാതൃസസ്യങ്ങളിൽ കാണപ്പെടാത്ത സ്വഭാവങ്ങൾ രണ്ടാം തലമുറയിൽ കാണപ്പെടുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം, ഒന്നാം തലമുറയിൽ അല്ലെങ്കിൽ F1 തലമുറയിൽ മാതൃസസ്യങ്ങളെ ഇണചേർക്കുമ്പോൾ അതിൽ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രകടമല്ലാത്ത സ്വഭാവത്തിൻ്റെ ജീനുകൾ, അലീലുകൾ എന്ത് ചെയ്യും, F1 തലമുറയിലെ സസ്യങ്ങളിൽ ഉണ്ടാവും അല്ലേ. ഉണ്ടാവുമെങ്കിലും അവിടെ എന്താണ്, പ്രകടമായിട്ടുള്ള ജീനിൻ്റെ സ്വാധീനം കാരണം അല്ലെങ്കിൽ സാന്നിധ്യം കാരണം അത് പുറമേക്ക് എന്ത് ചെയ്യൂല, മറ്റേ ജീനിനെ നമുക്ക് കാണാൻ പറ്റൂല, അത് മറിഞ്ഞിരിക്കും അല്ലേ. ഇനി രണ്ടാം തലമുറയിൽ F2 തലമുറയിലാണെങ്കിലോ F1 തലമുറയിലെ സസ്യങ്ങൾ തമ്മിൽ ഇണചേർക്കുമ്പോൾ മറിഞ്ഞിരിക്കുന്ന ഈ പ്രകടമായിട്ടുള്ള ജീനുകൾ എന്ത് ചെയ്യും, കൂടിച്ചേരുകയും ചെയ്യും അല്ലേ. അപ്പോൾ തന്മൂലം ഇങ്ങനെ കൂടിച്ചേരൽ മൂലം എന്ത് ചെയ്യും, ആ സ്വഭാവം F2 തലമുറയിലെ ചില സസ്യങ്ങളിൽ എന്ത് ചെയ്യും, അത് പ്രകടമാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാതൃസസ്യങ്ങളിൽ കാണാത്തൊരു സ്വഭാവം F2 തലമുറയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമ്മൾ പുതിയൊരു ഏരിയയിലോട്ടാണ് പോകുന്നത്. പേജ് നമ്പർ 27 ഒരു കുട്ടിയുടെ പിക്ചർ കണ്ടോ? ആ കുട്ടിക്ക് എന്തോ ഒരു സംശയമുണ്ട് അല്ലേ. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് അവളുടെ സംശയമെന്ന്. സ്വഭാവങ്ങൾക്ക് പലപ്പോഴും 2ൽ കൂടുതൽ ഗുണങ്ങൾ കാണാറുണ്ടല്ലോ, എന്താകും കാരണം? ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിൽ 2ൽ കൂടുതൽ ഗുണങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും, എങ്ങനെ പല സ്വഭാവത്തിൽ പല ടൈപ്പിലുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. കാരണം ജീനുകളുടെ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ അവയുടെ പരിസ്ഥിതിയുമായിട്ടുള്ള ചുറ്റുപാടുമായിട്ടുള്ള അവയുടെ പ്രതിപ്രവർത്തനങ്ങളും ആയിരിക്കും എന്ത്, ഇത്തരത്തിൽ 1ൽ കൂടുതൽ ഗുണങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പല സ്വഭാവങ്ങളിലും ഒരു ജീൻ മാത്രമല്ല അല്ലേ, ഒന്നിലധികം ജീനുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഓരോ വ്യക്തിയുടെയും ജനിതക ഘടനയും അതുപോലെ അവർ വളരുന്ന ചുറ്റുപാടുണ്ടാവുമല്ലോ, ഈ ചുറ്റുപാടുകളും അവരുടെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പരസ്പരം സ്വാധീനിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളൊക്കെ വികസിപ്പിക്കാൻ ഇതൊക്കെ കാരണമാവും. അതുകൊണ്ട് ഓരോ വ്യക്തിയും എന്താണ്, ജനിതകപരമായിട്ടും പാരിസ്ഥിതികപരമായിട്ടും സവിശേഷമായിട്ടുള്ള ഒരു മിശ്രിതമാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് അവരുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നത്, പലതരം ഗുണങ്ങൾ ഒരേ സമയം കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ മെൻഡലിൻ്റെ നിയമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. മെൻഡലിൻ്റെ നിയമങ്ങൾ നമ്മുടെ ജനിതക ശാസ്ത്രത്തിന് വലിയ ഒരു അടിത്തറയാണ് ഇട്ടിട്ടുള്ളത് അല്ലേ. അതായത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് സ്വഭാവങ്ങൾ എങ്ങനെയാണ് കൈമാറുന്നതെന്ന് അദ്ദേഹം നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചില ജീവികളിൽ കാണുന്ന എല്ലാ സ്വഭാവങ്ങളുടെയും വ്യത്യാസങ്ങളുടെയൊക്കെ മെൻഡലിൻ്റെ നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല. ഉദാഹരണത്തിന് ഒരു സ്വഭാവത്തിന് 1ലധികം ജീനുകൾ ഉണ്ടാകാം എന്നുള്ള ആ ഒരു അനുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീനുകളും ചുറ്റുപാടും തമ്മിലുള്ള ഘടകങ്ങൾ, പരിസ്ഥിതി ഘടകങ്ങൾ തമ്മിൽ സങ്കീർണമായ ഇടപെടലുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ആ ഇടപെടലുകൾ അല്ലേ, അത് മെൻഡൽ കണ്ടെത്തിയ നിയമങ്ങളിൽ എന്തായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊന്നും വിശദീകരിക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല, മെൻഡലിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മെൻഡലിൻ്റെ നിയമങ്ങൾക്കപ്പുറം ജനിതക മാറ്റത്തിൽ കാണുന്ന മറ്റ് സങ്കീർണ രീതികളെ പുതിയൊരു ടേം വെച്ചിട്ട് നമ്മൾ പരിചയപ്പെടുകയാണ്. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന പുതിയൊരു ആശയം അങ്ങനെ ഉടലെടുക്കുകയാണ് കേട്ടോ. അതായത് മെൻഡേലിയൻ നിയമങ്ങൾക്ക് അപ്പുറം ഇനി എന്തൊക്കെയാണെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ചിത്രം എന്ന് പറയുന്ന മെൻഡലിൻ്റെ പാരമ്പര്യവും അതുപോലെ നോൺ മെൻഡേലിയൻ പാരമ്പര്യവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെ നമുക്ക് പരിചയപ്പെടാനുള്ളതാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ മെൻഡലിയൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെൻഡലിൻ്റെ പരീക്ഷണത്തിൽ എന്താണ് നമുക്ക് കണ്ടെത്തിയത്, ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ജീന്, 2 അലീലുകൾ അല്ലേ, എങ്ങനെയൊക്കെയാണ് നമ്മൾ
പറഞ്ഞത്. അതായത് ഒരു സ്വഭാവത്തിന് അല്ലെങ്കിൽ ചെടിയുടെ ഉയരം എന്നുള്ള ഒരു സ്വഭാവത്തിന് ഒരു ജീൻ മാത്രം, അതിന് 2 രൂപങ്ങളുണ്ടാവില്ല, അല്ലെങ്കിൽ അലീലുകൾ ഉണ്ടായിരിക്കും. എന്താ ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത് എന്നുള്ള അലീലുകൾ ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെയോ ഈ 2 അലീലുകൾ ഒരാൾക്ക് ശക്തി കൂടുതലായിരിക്കും, പ്രബലനായിരിക്കും, അല്ലെങ്കിൽ ഡൊമിനൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് പ്രബലനുണ്ടാവുമ്പോൾ പ്രബല സ്വഭാവം മാത്രമാണ് പ്രകടിപ്പിക്കുക, മറ്റേത് പ്രകടിപ്പിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നോൺ മെൻറ്റാലിയൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. എന്താണ് പിക്ചർ കാണുന്നത്? ഒരു ചുവപ്പും അല്ലേ, ഒരു ചുവപ്പ് പൂവും വെളുത്ത പൂവും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ മെൻഡലിൻ്റെ നിയമം അനുസരിച്ച് ചുവപ്പ് പൂവും വെളുത്ത പൂവും കൂടി ചേരുമ്പോൾ ഏത് പൂക്കളാണ് ഉണ്ടാവേണ്ടത്? ചുവപ്പ് പൂക്കൾ, അല്ലെങ്കിൽ നല്ല പ്രബലമായിട്ടുള്ള പൂവ് ഏതാണോ, അല്ലെങ്കിൽ ആ നിറം ഏതാണോ അതാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ടും കൂടി കലർന്നപ്പോൾ ഇവിടെ ഏത് കളർ കിട്ടി? പിങ്ക് കളറാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. ചുവപ്പും വെളുപ്പും കൂടി ചേർന്ന് പിങ്ക് പൂക്കളുണ്ടായി. എന്താ വ്യത്യാസം? ഇവിടെ ഒരു അലിയിലും മറ്റേ അലിയിലും പൂർണ്ണമായിട്ട് ഡൊമിനൻ്റ് ചെയ്യുന്നില്ല, രണ്ടും ഭാഗികമായിട്ട് തങ്ങളുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു അല്ലേ. അതിൻ്റെ ഫലമായിട്ട് ഒരു ഇടത്തരം സ്വഭാവമുള്ള പിങ്ക് കളറിലുള്ള ഒരു പൂവാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് അവിടെ. അപ്പോൾ അത് മെൻഡലിൻ്റെ നിയമമായിട്ട് എന്താണ് ചേരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇതറിയപ്പെടുന്നത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന പേരിലാണ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന പേരിലാണ് ഇത് വിളിക്കുന്നത്. രണ്ടാമത്തത് ഏതാണ്? കോ ഡൊമിനൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ചുവപ്പും വെളുപ്പും പാടുകളുള്ള പശുവിനെ കാണിക്കുന്നുണ്ട് ചിത്രം അല്ലേ. അപ്പോൾ മെൻഡലിൻ്റെ നിയമം എന്താ പറഞ്ഞിരുന്നത്? ചുവപ്പ് പശുവും വെളുത്ത പശുവും കൂടി ചേരുമ്പോൾ ഒന്നുകിൽ ചുവപ്പ് നിറമുള്ള പശുക്കുട്ടി അല്ലെങ്കിൽ വെളുത്ത നിറമുള്ള പശുക്കുട്ടിയാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ ഉണ്ടായത്? ചുവപ്പ് വെളുപ്പും പാടുള്ള പശുക്കുട്ടിയാണ് ഉണ്ടായത്. ചുവപ്പ് പാടും വെളുത്ത പാടും രണ്ടും കൂടിയുള്ള പശുക്കുട്ടിയാണ്. എന്താ വ്യത്യാസം? ഇവിടെ 2 അലീലുകളും ചുവപ്പ് നിറത്തിലുള്ളതും വെളുത്ത നിറത്തിലുള്ളതും ഒരേ സമയം തുല്യ ശക്തിയോടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകടമായി കാണുന്നുണ്ട്. ആരും മറഞ്ഞു പോകുന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ കൂടി കലർത്തുന്നില്ല, മറഞ്ഞു പോകണമൊന്നുമില്ല. അപ്പോൾ എന്താണ്? സഹപ്രബലത്വം അല്ലെങ്കിൽ കോ ഡൊമിനൻ്റ് ആയിട്ട് അവിടെ കാണുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അലീലിസത്തെ കുറിച്ചാണ് കേട്ടോ. മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാൽ ഒരുപാട് രക്തഗ്രൂപ്പുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനിൽ ഒരുപാട് രക്തഗ്രൂപ്പുകളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ വരുന്ന ഘടകങ്ങളൊക്കെ ഉള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും എ ബി ഒ എന്നുള്ള ആ രക്തഗ്രൂപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ അതിന് വ്യത്യസ്ത 2ൽ കൂടുതൽ അലീലുകളുണ്ട് എന്ന് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ മെൻഡലിൻ്റെ അഭിപ്രായത്തിൽ 1ൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ അലീലുകൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? 3ഓളം അലീലുകളോട് പറയുന്നുണ്ട് അല്ലേ. ഐക്യാരറ്റ് എ, ഐക്യാരറ്റ് ബി, ഐ എന്നുള്ള 3 അലീലുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കും? മൾട്ടിപ്പിൾ അലീലിസം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഐക്യാരറ്റ് എ, ഐക്യാരറ്റ് ബി എന്നൊക്കെ പറയുന്നത് ഈ എ ബി എന്നുള്ളതൊക്കെ മുകളിൽ കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? ആൻറ്റിജൻ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എ ആൻറ്റിജൻ ഉള്ളവ, ബി ആൻറ്റിജൻ ഉള്ളവ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ട് പറയുന്നതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ് പറയുന്നത് അല്ലേ. പോളിജെനിക് ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് പലതരം ചർമ്മ നിറങ്ങളുള്ള കൈകളെ കുറിച്ചാണ് നമുക്കിവിടെ പരാമർശമുള്ളത്. അപ്പോൾ മെൻഡലിൻ്റെ നിയമം എങ്ങനെയാണ് പറയുന്നത്? ഒരു സ്വഭാവം നിയന്ത്രിക്കുന്നത് ഒരു ജീൻ മാത്രമാണ് എന്നല്ലേ മെൻഡൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? മനുഷ്യരിലെ ചർമ്മനിറം, അതുപോലെ ഉയരം, ബുദ്ധിശക്തി തുടങ്ങിയൊക്കെ പല സ്വഭാവങ്ങളുടെയും ഒരു ജീൻ മാത്രമല്ല 2ഓ അതിലധികമോ വ്യത്യസ്ത ജീനുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇവ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്താ വ്യത്യാസം? ഒരു സ്വഭാവത്തെ പല ജീനുകൾ ഒരുമിച്ച് നിയന്ത്രിക്കുന്നത് കാരണം ആ സ്വഭാവത്തിൽ ധാരാളം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചർമ്മത്തിൽ കറുപ്പ്, വെളുപ്പ്, പലതരം ബ്രൗൺ ഷെയ്ഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇതിനെ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മെൻ്റൽ പഠിച്ച സ്വഭാവങ്ങളിൽ ഇങ്ങനെയൊരു സങ്കീർണത ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആയിട്ട് നമ്മൾ പുതിയൊരു ഏരിയയിലോട്ടാണ് പോകുന്നത്. നിറവ്യത്യാസം നമ്മളിപ്പോൾ മുകളിൽ കണ്ടു അല്ലേ. ഒരുപാട് കൈകൾ, വ്യത്യസ്ത നിറത്തിലുള്ള കൈകൾ നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെയൊക്കെ നിറം എങ്ങനെയാണ്? പല ടൈപ്പ് നിറങ്ങളാണ് അല്ലേ. നമ്മുടെ നിറം പോലെ ആവില്ല നമ്മുടെ സഹോദരന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ അല്ലേ. എല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്ത നിറങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും കിട്ടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിറവ്യത്യാസത്തിൻ്റെ പിന്നിലെന്ന് പറയുന്ന ഒരു ഏരിയ, ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ നിറവ്യത്യാസത്തിന് പിന്നിൽ 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് നമ്മുടെ ചർമ്മത്തിലുള്ള ചായം ഉണ്ട്, അതിൻ്റെ പേരാണ് മെലാനിൻ കേട്ടോ. നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന ഒരു പ്രത്യേക തരം വർണ്ണ വസ്തുവാണെന്ത്? ഈ മെലാനിൻ എന്ന് പറയുന്നത്. ഇതൊരു തരം സ്വാഭാവിക ചായം പോലെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ മെലാനിൻ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് ഇരുണ്ട നിറമായിരിക്കും അല്ലെങ്കിൽ കറുത്ത നിറമായിരിക്കും വരിക. ഇനി മെലാനിൻ കുറവാണെങ്കിലോ ചർമ്മത്തിന് വെളുത്ത നിറം കൂടുതൽ വരും. അപ്പോൾ അതായത് മെലാനിൻ്റെ അളവാണ് നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് പൂർവികരും സാഹചര്യങ്ങളും. അല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള ആളുകളുണ്ടാവുമല്ലോ, പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ മുത്തശ്ശന്മാർ, അവരുടെ തലമുറകൾ അല്ലേ, അവരൊക്കെ എവിടെയാണ് ജീവിച്ചിരുന്നതെന്ന് പ്രധാനപ്പെട്ട നമ്മുടെ ചർമ്മത്തിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ.
ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്ന രാജ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ സൂര്യപ്രകാശം നന്നായിട്ട് ഏൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ സൂര്യപ്രകാശം ഏൽക്കുന്നത് അവിടെ കൂടുതലായിട്ട് അവർ ആ ഒരു ഭൂമധ്യരേഖയുടെ അടുത്തായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏൽക്കുന്ന രാജ്യങ്ങളിൽ സൂര്യൻ്റെ ദോഷകരമായ രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ കൂടുതൽ മെലാനിൻ അവർക്ക് എന്തായിരിക്കും ആവശ്യമായി വരും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ മെലാനിൻ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ അവർക്ക് ഇരുണ്ട നിറം എന്ത് ചെയ്യുന്നു കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ സൂര്യപ്രകാശം കുറവുള്ള രാജ്യങ്ങളാണെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ മെലാനിൻ്റെ ആവശ്യം അവർക്ക് കൂടുതൽ വേണ്ട അല്ലേ. അപ്പോൾ അവർക്ക് എന്താ വെളുത്ത നിറമാണ്. അങ്ങനെ ഒരു സൂര്യപ്രകാശത്തിൻ്റെ ഒരു കളിയും ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ചർമ്മത്തിലെ ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ DNA മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സംഭവിക്കുന്നുണ്ട്. പിന്നെ പുറമേയുള്ള സാഹചര്യങ്ങൾ ഈ ഭക്ഷണം അതുപോലെ കാലാവസ്ഥ വിറ്റാമിൻ ഡി ഇവയൊക്കെ നമ്മുടെ ചർമ്മത്തിൻ്റെ നിറത്തെ എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഈ മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവിൻ്റെ അളവും അപ്പോൾ നമ്മുടെ പൂർവികർക്ക് ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലവും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടൊക്കെ ചേർന്നാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമാണ്. അല്ലാതെ ഇതിൽ ഒന്നിൽ കൂടുതൽ കുറവ് ഒരാൾ കൂടുതൽ അങ്ങനെയുള്ള ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എല്ലാവരും അവരവരുടെ സൗന്ദര്യത്തിൽ എന്താണ് സുന്ദരന്മാരും സുന്ദരികളും എല്ലാമാണെന്ന് നമ്മൾ തന്നെ സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വർണ്ണവ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു കുട്ടിക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട്, മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് മാതാപിതാക്കളിൽ ഇല്ലാത്തത് കുട്ടികളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് കുട്ടിയുടെ സംശയം. അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് മാതാപിതാക്കളിൽ കാണാത്ത സ്വഭാവങ്ങൾ കുഞ്ഞുങ്ങളിൽ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം ജനിതകപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ അല്ലേ, വ്യതിയാനങ്ങൾ കാരണം അതുപോലെ മ്യൂട്ടേഷനുകൾ കോമ്പിനേഷനുകൾ ജീനുകളുടെയൊക്കെ കോമ്പിനേഷനുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ്, അതുപോലെ പരിസ്ഥിതിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചതുപോലെ മാതാപിതാക്കളുടെ ചില സ്വഭാവങ്ങൾ മക്കളിലോട്ട് എത്തുന്നുണ്ട് അല്ലേ, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ എല്ലാ മക്കളും മാതാപിതാക്കളെ പോലെ 100% ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല അല്ലേ, ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെ ഈ വ്യത്യാസങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? വ്യതിയാനങ്ങൾ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലേ, വ്യതിയാനങ്ങൾ എന്നുള്ളത് ആ ഒരു ടേം നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ ആ ഒരു ജനിതക പ്രക്രിയയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ചിത്രം ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു ജനിതക പ്രക്രിയയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു ജനിതക പ്രക്രിയ കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ക്രോമസോമുകൾ, അതായത് നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകളുള്ള അപ്പോൾ അത് ആ ഒരു ക്രോമസോമുകളെ അണ്ഡവും ബീജവും ഉണ്ടാകുന്ന സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ആദ്യം അച്ഛനിൽ നിന്നും അതുപോലെ അമ്മയിൽ നിന്നും കിട്ടിയ ഒരേപോലെയുള്ള ക്രോമസോമുകൾ എന്ത് ചെയ്യും അടുത്തടുത്ത് വരും. ഇവിടെ ഒരു മഞ്ഞയും പിങ്കും നിറത്തിലുള്ള ക്രോമസോമുകൾ കണ്ടോ, വടികൾ, കുഞ്ഞൻ വടികൾ. ഈ ക്രോമസോമുകൾ പരസ്പരം എന്ത് ചെയ്യും കെട്ടിപ്പിണഞ്ഞ് ഇങ്ങനെ കിടക്കും. ഈ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു പേര് വിളിക്കും കയാസ്മ. എന്താ വിളിക്കുക? കയാസ്മ എന്ന് പറയും. അടയാളപ്പെടുത്തിയ ഭാഗം കണ്ടോ, കയാസ്മ എന്ന് പറയുന്ന. ഓരോ ക്രോമസോമിൻ്റെയും ചില ഇങ്ങനെ കെട്ടിപ്പിടിഞ്ഞ ആ ഒരു ഭാഗം കയാസ്മ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ചില ഭാഗങ്ങൾ പൊട്ടിയിട്ട് പരസ്പരം എന്ത് ചെയ്യും തെന്നി മാറും. ഓക്കെ, അങ്ങനെ തെന്നി മാറിയ പിക്ചറാണ് മൂന്നാമത്തെ ഭാഗങ്ങൾ കേട്ടോ. അവസാന ഭാഗങ്ങൾ മാറിയ ക്രോമസോമുകൾ പുതിയ രൂപത്തിൽ എന്ത് ചെയ്യും വേർപിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇവിടെ പല കളറിലല്ലേ, 2 കളറും ഒരു വടിയിൽ തന്നെ ഇങ്ങനെ കോർത്ത് വെച്ച പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ ക്രോമസോമുകൾ പരസ്പരം ഭാഗങ്ങൾ കൈമാറുന്ന ഈ ഒരു പ്രക്രിയയാണ് നമ്മളെന്ത് വിളിക്കുക? ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഭാഗങ്ങൾ ഇങ്ങനെ പരസ്പരം ക്രോമസോമുകൾ കൈമാറുന്ന ഈ ഒരു പ്രക്രിയയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഈ ഭാഗമാറ്റം കാരണം പുതിയ ഒരു ജീന് കോമ്പിനേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് മാതാപിതാക്കളിൽ ഇല്ലാത്ത ഒരു പുതിയ സ്വഭാവം മക്കളിൽ ഉണ്ടാവാൻ എന്ത് ചെയ്യും കാരണമാവും ചെയ്യും. ഇതാണ് നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ താഴെ ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. സമരൂപ ക്രോമസോമുകൾ, അതായത് ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന സമാനമായ ക്രോമസോമുകൾ പരസ്പരം ജോഡിച്ചേരുന്നു. അതായത് നമുക്ക് ഓരോരുത്തർക്കും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഓരോ സെറ്റ് ക്രോമസോമുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതുപോലെ ഒരേപോലെയുള്ള ക്രോമസോമുകളാണ് നമ്മൾ സമജാത ക്രോമസോമുകൾ അല്ലെങ്കിൽ സമരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചാണ് ഊനഭംഗം, ക്രമഭംഗം, ഊനഭംഗം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാണ്. ഭംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂക്കാരിയോട്ടുകളിലാണ് നടക്കുന്നത്. പ്രത്യുൽപാദന കോശങ്ങളായിട്ടുള്ള പൂമ്പീജങ്ങളുടെയും അണ്ഡകോശങ്ങളുടെയൊക്കെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒരു കോശ വിഭജന രീതിയാണ് അല്ലേ. അപ്പോൾ ഊനഭംഗം നടക്കുന്ന സമയത്ത് ഈ സമജാത ക്രോമസോമുകൾ അടുത്തടുത്ത് വന്ന് എന്ത് ചെയ്യും ജോഡിച്ചേരും. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. അച്ഛനിൽ നിന്നും
അമ്മയിൽ നിന്ന് ലഭിച്ച ഒരേപോലെയുള്ള ക്രോമസോമുകൾ അടുത്തടുത്ത് വന്നത് അല്ലേ, ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ജോഡിയായിട്ട് ചേരുന്നുണ്ട്. ജോഡി ചേരുന്ന ചിത്രം കണ്ടോ. രണ്ടാമത്തെ ബോക്സിൽ ക്രോസിംഗ് ഓവറും കയാസ്മയും എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കിയാലോ. ഇങ്ങനെ ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് വിളിക്കും അല്ലേ. ഈ ഭാഗത്ത് വെച്ച് ക്രൊമാറ്റിഡുകൾ എന്ത് ചെയ്യും, മുറിയാണ് ചെയ്യുക. ക്രൊമാറ്റിഡുകളൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണല്ലേ. ക്രൊമാറ്റിഡുകൾ എന്ത് ചെയ്യും, മുറിയും. ഇങ്ങനെ മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. അതാണ് പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഈ ഒരു പിക്ചർ നോക്കൂ. ഇങ്ങനെ ജോഡി ചേർന്ന ക്രോമസോമുകൾ പരസ്പരം കെട്ടിപ്പിണഞ്ഞത് കണ്ടോ. ഈ ഭാഗങ്ങളെയാണ് കയാസ്മ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ക്രോമസോമുകളുടെ ഭാഗങ്ങൾ പൊട്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതായത് അച്ഛനിൽ നിന്നുള്ള ക്രോമസോമിൻ്റെ ഒരു ഭാഗം അമ്മയിൽ നിന്നുള്ള ക്രോമസോമിലേക്കും, അതുപോലെ അമ്മയിൽ നിന്നുള്ള ക്രോമസോമിൻ്റെ ഒരു ഭാഗം അച്ഛനിൽ നിന്നുള്ള ക്രോമസോമിലേക്കും എന്ത് ചെയ്യും, കൈമാറ്റം ചെയ്യപ്പെടും. ഇങ്ങനെയുള്ള ഈ മാറ്റ പ്രക്രിയയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ചിത്രത്തിൽ XYZ എന്നീ ജീനുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഉദാഹരണത്തിന് വലിയ XYZ ജീനുകൾ അച്ഛൻ്റെ ക്രോമസോമിലും ചെറിയ XYZ ജീനുകൾ അമ്മയുടെ ക്രോമസോമിലുമാണെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതിന് ശേഷം ക്യാപിറ്റൽ X സ്മോൾ y Z അല്ലെങ്കിൽ ക്യാപിറ്റൽ X ക്യാപിറ്റൽ Y സ്മോൾ Z തുടങ്ങിയ കോമ്പിനേഷനുകൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ ബോക്സിൽ എന്താ പറയുന്നത്, മൂന്നാമത്തെ ബോക്സിൽ പറയുന്നത് ഈ കൈമാറ്റത്തിലൂടെ ജീനിൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛന് ഉയരം കൂടുതലും അമ്മക്ക് കണ്ണുകൾ നീല നിറമാണെന്ന് കരുതാം. അപ്പോൾ ക്രോസിംഗ് ഓവർ വഴി ഈ രണ്ട് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ എന്ത് ചെയ്യും, അടുത്ത തലമുറയിലോട്ട് വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ മുമ്പത്തെ പോലെ ഒരു സംയോജനം അവിടെ ഉണ്ടാവുമ്പോൾ ഈ സമയത്ത് മക്കളിലോട്ട് ജനിതകപരമായിട്ട് ജീനുകൾ വഴി എന്ത് ചെയ്യും, പുനഃസംയോജനത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് ഈ വൈവിധ്യത്തിന് കാരണമാകുന്നത്. ഇപ്പോൾ മനസ്സിലായോ. ഇവിടെ താഴെ കുറച്ച് സൂചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ സൂചകങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് സൂചകങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കാം. ക്രോസിംഗ് ഓവർ നടക്കുന്ന ഘട്ടം ഏതാണ്, മിയോസിസിലാണ്. അതായത് ഊനഭംഗത്തിൽ അല്ലേ. ഊനഭംഗത്തിൽ 4 ഘട്ടങ്ങളുണ്ട് അല്ലേ. പ്രൊഫേസ്, മെറ്റാഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അപ്പോൾ പ്രൊഫേസിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരേപോലെയുള്ള ക്രോമസോമുകൾ എന്ത് ചെയ്യും, പരസ്പരം അടുത്തിട്ട് ഭാഗങ്ങൾ എന്ത് ചെയ്യും, കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ രണ്ടാമത്തെ എന്താണ്, ക്രോസിംഗ് ഓവർ പ്രക്രിയ. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോശവിഭജനമായിട്ടുള്ള മിയോസിസിൻ്റെ സമയത്ത് ഒരേപോലെയുള്ള ക്രോമസോമുകൾക്കിടയിൽ ജനിതക വസ്തുക്കളുടെ ഭാഗങ്ങൾ എന്ത് ചെയ്യും, കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ്. ഇതുവഴി എന്ത് ചെയ്യും, ജീനുകളുടെ പുതിയ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ പുതിയ ഒരു വകഭേദങ്ങൾ, രൂപങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത്തെ എന്താണ്, വ്യതിയാനം രൂപപ്പെടുന്നതിൽ ക്രോസിംഗ് ഓവറിൻ്റെ പങ്ക്. എന്ത് പങ്കാണുള്ളത്, ക്രോസിംഗ് ഓവർ ഓരോ ജീവിയിലും വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്, ക്രോമസോമുകളിലെ ജീനുകളിൽ കൈമാറ്റം ചെയ്യുന്നതിലൂടെ മാതാപിതാക്കളിൽ കാണാത്ത പുതിയ സവിശേഷതകൾ അല്ലെങ്കിൽ നിലവിലുള്ള സവിശേഷതകളുടെ പുതിയ രൂപങ്ങൾ ഇവിടെ അടുത്ത തലമുറയിലോട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് ഓരോ ജീവിയിലും മറ്റുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിരിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ക്രോസിംഗ് ഓവർ എന്താണെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലോട്ട് പോവുകയാണ്. അടുത്ത പേജ് എടുക്കുക. പേജ് നമ്പർ 29 പുതിയൊരു ടേം നമ്മൾ പരിചയപ്പെടുകയാണ്, മ്യൂട്ടേഷനെ കുറിച്ച് പരിചയപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാം ജനിതകപരമായിട്ടുള്ള കൈമാറ്റങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സന്താനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്തൊക്കെ വ്യതിയാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ നോക്കുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലും DNA ഉണ്ട് അല്ലേ. DNA എന്നൊരു തന്മാത്രയുണ്ട്. ഇത് നമ്മുടെ എല്ലാ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിലുള്ള ഈ മാറ്റങ്ങളിൽ ഈ അപ്രതീക്ഷിതമായിട്ട് ചില മാറ്റങ്ങൾ ഇതിൽ വരും. ഈ മാറ്റങ്ങളെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മുകളിലത്തെ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ DNA ഒരു ഇഴ കാണാം അല്ലേ, ഫസ്റ്റത്തെ ചിത്രം. അപ്പോൾ ആ DNA ഇഴയിൽ ഒറിജിനൽ DNA സ്ട്രാൻഡാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ അതിൻ്റെ ആ ഒരു വാക്കുകൾ നോക്കൂ, അക്ഷരങ്ങൾ നോക്കൂ. GGACC TCCTTCAG അല്ലേ. എന്നീ ക്രമത്തിൽ ഇങ്ങനെ അക്ഷരങ്ങൾ കാണാമല്ലോ. ഈ അക്ഷരങ്ങൾ അർത്ഥത്തിൽ DNA അടിസ്ഥാന ഘടകങ്ങളായ ന്യൂക്ലിയോടൈഡുകളെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. നമ്മൾ മുന്നേ ന്യൂക്ലിയോടൈഡുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് DNAയിലുള്ള ന്യൂക്ലിയോടൈഡുകൾ? ഗ്വാനിന്, അഡിനിന്, സൈറ്റോസിന്, തൈമിൻ അല്ലേ. ഇങ്ങനെ 4 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്ററാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ, GACT എന്നുള്ള 4 ലെറ്ററുകൾ. അപ്പോൾ താഴെയുള്ള ഇഴ നോക്കൂ, ഇതാണ് മ്യൂട്ടേറ്റഡ് DNA സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് ഇത് റെഡ് കളറിൽ കാണിക്കുന്നുണ്ടോ, ഒരു വ്യത്യാസം വന്നു അല്ലേ. മുകളിൽ എങ്ങനെയാണ് തൈമിനാണ്, തൈമിന് അഡിനിൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂക്ലിയോടൈഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എന്താണ്, അതിൻ്റെ അപ്പോസിഷൻ മാറി അല്ലേ. A ആണ് മുകളിൽ വന്നത്, പിന്നെ എങ്ങനെയാണ് വന്നത്, താഴെ T വന്നു. അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വന്നു അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ അതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ സംഭവിച്ചത് മ്യൂട്ടേഷനാണ് അല്ലേ. അപ്പോൾ അതായത് ഒരു ന്യൂക്ലിയോടൈഡ് മാറി മറ്റൊന്നായി മാറി അല്ലേ, ഒരു ന്യൂക്ലിയോടൈഡ് മറ്റൊന്നായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെന്ന് അറിയോ?
അപ്പോൾ ഒന്ന് ഡി എൻ എ നിർമ്മാണം നടക്കുമല്ലോ, അതിൻ്റെ പകർപ്പെടുക്കുമ്പോൾ ചിലപ്പോൾ പറ്റുന്ന തെറ്റുകളായിരിക്കാം, സംഭവിക്കുന്ന തെറ്റുകളായിരിക്കാം. കോശങ്ങൾ വിഭജിക്കുമ്പോൾ ഡി എൻ എയുടെ പകർപ്പുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കാം. പിന്നെയോ വിവിധതരം രാസവസ്തുക്കൾ, അപ്പോൾ രാസവസ്തുക്കളുടെയൊക്കെ ഉപയോഗം മൂലം എന്ത് ചെയ്യും, അതിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡി എൻ എയിൽ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം. പിന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ, UV റേസ് ഉണ്ടാവുമല്ലോ, അൾട്രാ വയലറ്റ് റേഡിയേഷനൊക്കെ ഉണ്ടാകുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള രശ്മികൾ അല്ലേ, അതുപോലെ എക്സ്റേയിൽ നിന്നുള്ള റേഡിയേഷനുകൾ, ഇവയൊക്കെ എന്ത് ചെയ്യണം, മ്യൂട്ടേഷനുകൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മ്യൂട്ടേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എൻ എയിൽ വരുന്ന മാറ്റങ്ങളെയാണ് അല്ലേ, ഡി എൻ എയിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മ്യൂട്ടേഷൻ. പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്, ന്യൂക്ലിയോടൈഡുകളിൽ വരുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളെയാണ് എന്ത് വിളിക്കുക, മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും മ്യൂട്ടേഷൻ എന്താണ്, മ്യൂട്ടേഷൻ്റെ കാരണങ്ങൾ, അതുപോലെ മ്യൂട്ടേഷൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വ്യതിയാനങ്ങൾക്ക്, മനുഷ്യരുടെ വ്യതിയാനങ്ങൾക്ക് കാരണം ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ അല്ലേ, അതുപോലെ അലീൽ ചേർച്ച, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ. ആയിട്ട് ജനിതകശാസ്ത്രം എന്നുള്ളത് ഒരു ശാസ്ത്രശാഖയായിട്ട് നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ ഏതൊക്കെ ഏരിയയിലോട്ടാണ് നമുക്ക് തൊഴിൽ സാധ്യതകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് പറയുന്നത് ഏതൊക്കെ ശാസ്ത്രശാഖകളാണെന്ന് പറയുന്നു. തന്മാത്രാ ജനിതകശാസ്ത്രം, ജനസംഖ്യാ ജനിതകശാസ്ത്രം, മെഡിക്കൽ ജനിതകശാസ്ത്രം, സൈറ്റോജെനറ്റിക്സ്, ബിഹേവിയറൽ ജനിതകശാസ്ത്രം, ജീനോമിക്സ്, ഇങ്ങനെ വിവിധ ജനിതകശാസ്ത്ര ശാഖകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ബിരുദതലത്തിൽ നമുക്ക് ഏതൊക്കെ മേഖലയിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോ ഇൻഫോർമാറ്റിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളിലുള്ള ബിരുദ പ്രോഗ്രാമുകൾ, അതുപോലെ വൈവിധ്യമാർന്നിട്ടുള്ള തൊഴിൽ സാധ്യതകളിലേക്കുള്ള വാതിലുകൾ നമുക്ക് തുറക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ബിരുദാനന്തര തലത്തിൽ വരികയാണെങ്കിൽ ജനിതക കൗൺസിലിംഗ്, ജീനോമിക്സ്, മെഡിക്കൽ ജെനറ്റിക്സ്, ഫോറൻസിക് സയൻസ് തുടങ്ങിയ പ്രത്യേക ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ പ്രത്യേക പഠനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവർക്കൊക്കെ അവസരങ്ങൾ നൽകുന്നുണ്ട്. PhD പോലുള്ള ഏരിയയിലോട്ടാണെങ്കിൽ ഉന്നത ബിരുദങ്ങൾ, ജനിതശാസ്ത്രത്തിൽ അത്യാധുനിക ഗവേഷണം, ഫാർമസ്യൂട്ടിക്കൽസ്, കൃഷി തുടങ്ങിയ വ്യവസായ മേഖലയിലുള്ള തൊഴിലുകൾക്കായിട്ടുള്ള വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന ഒരു മേഖല അങ്ങോട്ട് പോകുന്നുണ്ട്. അനേകം പുതിയ കണ്ടെത്തലുകളും പഠന ഗവേഷണങ്ങളും അനന്തമായിട്ടുള്ള അവസരങ്ങൾ, ജനിതകശാസ്ത്രത്തിൻ്റെ ലോകം അത്യധികം വിശാലമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആ ഒരു മേഖലകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇനി തുടർ പ്രവർത്തനങ്ങളാണ് എല്ലാ കൂട്ടുകാരും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സീ യു അഗെയിൻ.